നോഷനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ തന്നെ ഈ പെൻഡിലും നമ്മൾ നേരെ നോക്കുമ്പോൾ സ്ട്രൈറ്റ് ആണെന്ന് നോക്കാം. അത് പറ്റിക്കല് പൊസിഷനിലാണ് കിടക്കുന്നത്. പിന്നെ അതുകൂടെ എന്ത് ചെയ്യണം, ഈ ഡയൽ 0 വെക്കുക. അത്രയല്ലേ. പിന്നെ നമുക്കറിയാം സ്കെയിൽ വെച്ച് ഇതിൻ്റെ സ്പെസിമെൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുക, അത്ര മില്ലിമീറ്റർ എഴുതുക, വെർനിയർ വെച്ച് ഡയ എഴുതുക, അത്ര മില്ലിമീറ്റർ. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നീഡിൽ ഈ ഹാൻഡിൽ ക്ലോക്ക് വൈസിലേക്ക് തിരിക്കുമ്പോഴാണ് ഇത് പെൻഡിലും മാറി തുടങ്ങുന്നത്. ഓക്കെ, നോക്കിയോട്ടെ. ഇപ്പോൾ 0 മാറുന്നുണ്ടോ? മാറില്ല. ഇനിയിപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോക്ക് വൈസിൽ തിരിച്ച് പെൻഡുലം സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തു തുടങ്ങാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ടോർക്കൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ടോർക്കിൻ്റെ യൂണിറ്റ് എഴുതിയിട്ടുണ്ട്, 2 കിലോഗ്രാം മീറ്ററാണ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ പെൻഡുലം സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ ചെയ്തു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, അതായത് ഇവിടെ നമുക്ക് അവിടുത്തെ പോർഷൻ കാണിക്കണം. ഇവിടെ നമുക്കൊരു റെഫറൻസ് ലൈൻ ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോ ഡിഗ്രി ഇങ്ങനെ മാറി ഇപ്പുറത്തേക്കുണ്ട്. ഇത് റൊട്ടേഷൻ, ഇത് റൗണ്ടാണ്, ബാക്കി വരക്കുന്നില്ല. നമുക്കിങ്ങനെ കറങ്ങിയല്ലേ വരണം. നോക്കി, നമ്മൾ റെഫറൻസ് ലൈൻ ചെയ്യുന്ന ഈ ഹാൻഡിൽ തിരിച്ച് കഴിയുമ്പോൾ ഈ ലൈനിൽ മാറിയിട്ട് എന്ത് ചെയ്യും, ഈ രണ്ട് ഡിഗ്രി ഇത് ഇതിൻ്റെ എത്ര, ഈ തീറ്റ എത്ര, 1 ഡിഗ്രിയാണ് കേട്ടോ. കറക്റ്റ് 1 ഡിഗ്രി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 ഡിവിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാബ്ലർ കോളത്തിൽ അതേപോലെ തന്നെ എന്ത് ചെയ്യണം, 2 എണ്ണം വരക്കുള്ളൂ ടാബ്ലർ കോളത്തിൽ. ഇത് തീറ്റ, അത് നമുക്ക് നേരത്തെ ഓൾറെഡി എഴുതാം. 0 നേരെ 0, 2, 4 അങ്ങനെ എഴുതി പോവുക. ഈ എല്ലാം ഗ്രാഫ് വരക്കണ പോലെ 6 റീഡിങ് മതി. നമ്മൾ ഇപ്പോൾ 2 ഡിവിഷൻ ഞാൻ ചെയ്യും. ഈ റെഫറൻസ് ലൈൻ ഇത് മുകളിലേക്ക് പോകുമ്പോൾ ഈ റെഫറൻസ് ലൈൻ എവിടെ വരും, ഇതിൽ വന്നു ഇവിടെ വന്ന് നോക്കുക. അപ്പോൾ എത്രയാണ് ഈ നമ്മുടെ സ്കെയിലില്ലേ, ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എത്രയെന്ന് വെച്ചാൽ അത് എഴുതുക. 1 അല്ലെങ്കിൽ 1 എഴുതുക. അതിന് വീണ്ടും ഒരു 2 ഡിഗ്രി കൂടെ. അപ്പോൾ എന്ത് ചെയ്യും, ഈ റെഫറൻസ് ലൈൻ വീണ്ടും താഴേക്കായി. അപ്പോൾ ഇവിടെ എത്ര വരും നോക്കുക, 4ൻ്റെ നേരെ ചിലപ്പോൾ 3 വരും. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് പറ്റും, കൂടിക്കൂടിയേ വരുള്ളൂ. ആദ്യത്തെ കണക്ക് കുറയുന്നില്ല. ഫസ്റ്റ് നമ്മൾ 2 ഡിഗ്രി അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 ഡിഗ്രി കൊടുക്കുന്ന കാര്യത്തിൽ ഇവിടെ 0 ആയി വരണമെങ്കിൽ 0 എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. 1 വന്നാൽ 1 എഴുതുക. ഓരോ ഡിവിഷനും 1 കിലോഗ്രാം. 2 ഡിഗ്രി മാറ്റണം. 1 ഡിഗ്രി അവിടെ 2 ഡിഗ്രി മാറ്റണം. അങ്ങനെ 2 ഡിഗ്രി മാറ്റുമ്പോൾ അവിടെ ഒരു വാല്യൂ കിട്ടും. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഈ റെഫറൻസ് ലൈനും ഇവിടുത്തെ ഏതെങ്കിലും ഒരു വരയിട്ടായിരിക്കുമല്ല. അപ്പോൾ പെൻഡിലും സ്ട്രേറ്റ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ ചെയ്ത് തുടങ്ങാൻ നേരത്തെ എന്ത് ചെയ്യണം, 0 ശ്രദ്ധിക്കണം കേട്ടോ. ഈ പെൻഡിലും സ്ട്രൈറ്റ് ആയി കഴിഞ്ഞ് വരുമ്പോഴേ ഈ നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, നമുക്ക് കൈകൊണ്ട് തിരിച്ച് 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയാണ് 2 ഡിഗ്രി മാറുമ്പോൾ ഇതിങ്ങനെ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ഇതെന്തായാലും ഇങ്ങോട്ട് മാറുമ്പോൾ വെറുതെ ഇതായിട്ട് കണക്ട് ചെയ്തേക്കണം. ഈ പെൻഡിലും മാറുന്നതനുസരിച്ച് ഇതെല്ലാം നീഡിൽ മാറും. കേട്ടോ.